ഈ വാക്യൊന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. നമ്മള് സെക്കൻഡ് കാൻറ്റോയുടെ അവസാനത്തില് ശൗനകാദി ഋഷികള് വിതുര മൈത്രേയ സംവാദത്തെ കുറിച്ച് പറയാനായിട്ട് സൂത ഗോസ്വാമിയോട് അഭ്യർത്ഥിക്കുന്നതാണ് കണ്ടത് അല്ലെ. സെക്കൻഡ് കാൻറ്റോയുടെ അവസാനം. തേർഡ് കാൻറ്റോയിൽ 33 അധ്യായങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 4 അധ്യായങ്ങള് വിതുര മൈത്രേയ സംവാദത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതിന്റെ സന്ദർഭം, അപ്പൊ അതിന്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ്, സ്റ്റേജ് സെറ്റിങ്സ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ പറയുന്നത്. അത് വിതുരർ എന്തുകൊണ്ട് ഹസ്തിനപുരം വിട്ട് വന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുടെ ഒരു ഗ്ലിംസ്, ചെറിയ ഒരു നമ്മൾ മറന്നുപോയെങ്കിൽ ഫസ്റ്റ് കാൻറ്റോയിൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതേക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. വിതുരരും മൈത്രേയും ഹരിദ്വാറിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് കാൻറ്റോയും ഫോർത്ത് കാൻറ്റോയും ഫുള്ളായിട്ട് ഇനിയിപ്പോ വിതുര മൈത്രേയ സംവാദത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഹസ്തിനാപുരത്ത് നിന്നും വിതുരർ എന്തുകൊണ്ടാണ് രാജധാനി വിട്ടു പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ 6ഉം 7ഉം ശ്ലോകങ്ങൾ. 6ാമത്തെ ശ്ലോകത്തില് ശുകദേവ് ഗോസ്വാമി പറഞ്ഞത്, ശുകദേവ് ഗോസ്വാമി എന്താണോ ഗംഗാതടത്തില് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് അത് അതുപോലെ കോട്ട് ചെയ്ത് സുത ഗോസ്വാമി ഇവിടെ നൈമിഷാരണ്യത്തില് ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ 6ാമത്തെ ശ്ലോകം ശ്രീ ശുക ഉവാച്ചയാണ്. തൊട്ടു മുന്നേ ആര് പറഞ്ഞു? സൂത ഉവാച്ച പറഞ്ഞു അല്ലെ. 5ാമത്തെ ശ്ലോകത്തില് സൂത ഉവാച്ച പറഞ്ഞു. അതിന്റെ കൺഫ്യൂഷൻ ഒന്നും ആർക്കും ഇല്ലല്ലോ. അപ്പൊ അവിടെ സൂത പറഞ്ഞു, ഇപ്പൊ ശുക പറഞ്ഞു എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ആർക്കും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയൂ. അപ്പൊ അത് എല്ലാ ദിവസവും ഇതിങ്ങനെ പറയുന്നുണ്ട്, കാരണം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇവിടെ ശുകദേവ് ഗോസ്വാമി ഈ ഒരു ശ്ലോകത്തിൽ യഥാർത്ഥ രാജ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ധൃതരാഷ്ട്ര രാജാവിനെയാണ്. ധൃതരാഷ്ട്രർ എന്താ ചെയ്തത്? ഉഷ്ണൻ അധർമ്മേണ, അധർമ്മം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് പുഷ്ടി കൊടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ അമ്മമാര് അല്ലെങ്കിൽ അച്ഛൻ ഒക്കെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് നല്ല വാക്കുകൾ ചൊല്ലിക്കൊടുത്ത് വളർത്തും. പക്ഷെ ഇവിടെ അധർമ്മം കൊടുത്താണ് അവരെ പുഷ്ടിച്ചത് എന്ന് പറയണം. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? വിനഷ്ടദൃഷ്ടി. അവരുടെ ആ ഒരു ദൃഷ്ടി എങ്ങനെയാണ്, അവരുടെ ദൃഷ്ടികോണം എന്നുള്ളത്, എല്ലാവരും ബ്ലൈൻഡായി മാറി അല്ലെ, അന്ധന്മാരായി മാറി. ധർമ്മം എന്തെന്ന് അവർക്കറിയില്ല, അവർക്ക് അധർമ്മം മാത്രമേ അറിയുള്ളൂ, നന്മ അറിയില്ല, അവർക്ക് തിന്മ മാത്രമേ അറിയുള്ളൂ. ആ ഒരു രീതിയിലാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ശരിക്കും പ്രഭുപാദരും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റേണലി ഇന്റേണലി ഉള്ള ഒരു ബ്ലൈൻഡ്നെസ്. എക്സ്റ്റേണലി ബാഹ്യമായിട്ട് കാഴ്ച, നമ്മുടെ നേത്രങ്ങൾ, നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് കാൻഡോയിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്ഥൂലമായ ദൃഷ്ടിയും സൂക്ഷ്മമായ ദൃഷ്ടിയും കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ നമുക്ക് നേത്രഗോളങ്ങൾ നമുക്ക് പുറമേ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്ക് ആ ഒരു കാഴ്ച ശക്തി വേണമെന്നെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് വേറൊരു രീതിയിൽ നമ്മൾ പറയുമ്പോഴേ നമുക്ക് പുറമേ കാണാനായിട്ട് കഴിയും. ഈ ഭൗതികമായിട്ടുള്ള എല്ലാ നേത്രത്തിന് ആ ഒരു കാഴ്ചശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാഴ്ചശക്തി കൊണ്ട് പുറമേ ഉള്ളതെല്ലാം കാണാൻ കഴിയും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കാണാൻ കഴിയില്ല അല്ലെ. ഉൾക്കണ്ണു കൊണ്ട് ഒന്നുമേ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോ ധൃതരാഷ്ട്രര്. ബ്ലൈൻഡാണ്, അന്ധനാണ്. അദ്ദേഹം പുറമേ മാത്രമല്ല അന്ധത ബാധിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് ഉള്ളിലും അന്ധത ബാധിച്ചിരിക്കുന്നത് നമ്മൾ ഭഗവത്ഗീത മുതലേ പഠിച്ചു. ഇനി ദുര്യോധനനാണെങ്കിലും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് പുറമേ കാഴ്ച ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉള്ളിലെ അന്ധത ബാധിച്ചിരിക്കുന്നു. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരാണെങ്കിലേ അവര് എക്സ്റ്റേണലി ബ്ലൈൻഡ് ആയിട്ടുള്ളവർ പോലും ഇന്റേണലി അവര് കാഴ്ച ഉള്ളവരായിരിക്കും. അപ്പോ സൂർദാസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല്, സൂർദാസ് ജന്മന തന്നെ അദ്ദേഹം അന്ധനായിരുന്നു അല്ലെ. പക്ഷെ അന്ധനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിൽ കാഴ്ച ഉണ്ടായിരുന്നു. സൂർദാസ് പലപ്പോഴും മധുര ആഗ്ര ഹൈവേയിലൊക്കെ ഉള്ള ടെമ്പിളിലൊക്കെ 15ാം നൂറ്റാണ്ട് 16ാം നൂറ്റാണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാല് ഭഗവാൻ ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനക്കൊന്നുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു അത്ര. അപ്പൊ അദ്ദേഹം പറയും, അയ്യോ ഈ വസ്ത്രം ഭഗവാൻ അത്രത്തോളം ചേരുന്നില്ലല്ലോ, കുറച്ചുകൂടി നല്ല ഈ നിറത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ ഭഗവാനെ കാണാൻ എന്നെല്ലാം പറയുമായിരുന്നു. അപ്പൊ അവിടെ പൂജാരിക്ക് തന്നെ അതിശയം തോന്നുമായിരുന്നു അത്ര. എങ്ങനെയാണ് സൂർദാസ് ഇങ്ങനത്തെ കൃത്യമായിട്ട് ഈ നിറത്തിലുള്ള വസ്ത്രം എന്നൊക്കെ പറയുന്നത്? അത് വെറുതെ പറയുന്നതായിരിക്കോ എന്ന് വിചാരിച്ച ഒരു ഇലകൾ കൊണ്ടുള്ള പച്ച നിറത്തിലുള്ള വസ്ത്രം ഉണ്ടാക്കിയത്രേ. അപ്പോ
അന്ന് സൂർദാസ് വന്നിട്ട് പറഞ്ഞു അത്രേ, ഭഗവാൻ ഇത്രയ്ക്കും ദരിദ്രനായോ? ഭഗവാനെ ഇലകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നല്ലോ, വസ്ത്രം വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? എന്തായാലും പച്ച നിറം ഭഗവാന് നല്ല ചേരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു അത്രേ. അപ്പൊ അവർ എങ്ങനെയാണ് പുറമേ കാഴ്ചയില്ലെങ്കിൽ പോലും അവർക്ക് ആ ഉൾക്കണ്ണ് മനക്കണ്ണ് കൊണ്ട് ഭഗവാനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ എക്സ്റ്റേണലി മാത്രം, ബാഹ്യമായിട്ട് മാത്രമല്ല നമുക്ക് നേത്രങ്ങൾ കൊണ്ട് കാണേണ്ടത്, നമ്മൾ ഉള്ളിലും കാണണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വില്ലുമംഗല ടാക്കൂറിന്റെ കഥയും കേട്ടിട്ടുണ്ടാവും. വില്ലുമംഗല ടാക്കൂർ എന്താ ചെയ്തത്? തന്റെ ഇന്ദ്രിയങ്ങൾ തന്നെ വഴിതെറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്ത്രീകളോട് അത്യധികമായി അദ്ദേഹത്തിന് ഒരു അഭിനിവേശമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തന്റെ കണ്ണുകൾ സെറ്റിപ്പിനുകൊണ്ട് അങ്ങനെ കുത്തിപ്പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ആ കൈകൾ പിടിച്ചു നടത്തിയത് ആരാണ്? സ്വയം ഭഗവാനാണ് കൈകൾ പിടിച്ചു നടത്തിയത്. അപ്പോ ഒരിക്കൽ അദ്ദേഹത്തെ കൈകൾ പിടിച്ചു നടത്തുന്ന സമയത്ത് ഭഗവാനാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൊച്ചു കുഞ്ഞിനോട് വില്ലുമംഗലം ടാക്കൂർ പറഞ്ഞു, നീ ഭഗവാനല്ലേ, നീ എന്റെ കണ്ണനല്ലേ എന്ന് ചോദിച്ച സമയത്ത് എന്താ ചെയ്തത്? കണ്ണൻ കൈവിട്ടു പോയി. കൈവിട്ടു പോയപ്പോഴേ വില്ലുമംഗലം ടാക്കൂർ എന്ത് പറഞ്ഞു? നീ കൈവിട്ടു പോകും, പക്ഷേ എന്റെ കൈവിട്ട് നിനക്ക് പോകാൻ കഴിയും, പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്ന് നിനക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് ചോരാഷ്ടകത്തിൽ ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസ, അഷ്ടകത്തിന്റെ അവസാനത്തെ ഒരു സ്റ്റാൻസയിലതാണ് പറയുന്നത് വില്ലുമംഗലം ടാക്കൂർ. എന്റെ ഹൃദയത്തിൽ നിന്ന് പോകാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, ആ കാരാഗൃഹത്തിൽ ഞാൻ എന്നെ അടച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂർദാസ് ഒരിക്കലും കിണറ്റിൽ വീഴും. നടന്നു വരുന്ന സമയത്ത് കിണറ്റിൽ വീണിട്ട് അവിടെ നിന്നും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഭഗവാൻ വന്നിട്ട് ആ കൈപിടിച്ച് കയറ്റുമ്പോൾ ഭഗവാനോട് പറയും, നീ ഭഗവാൻ തന്നെയല്ലേ, എന്റെ കൃഷ്ണനല്ലേ, എനിക്ക് മനസ്സിലായി എന്ന് സൂർദാസ് പറയും. അപ്പോൾ അവിടെയും ഭഗവാൻ കൈവിട്ട് പോകുമ്പോൾ സൂർദാസും പറയുന്നുണ്ട്, ഞാൻ ഈ അബലനായത് കൊണ്ട് തന്നെ എന്റെ കൈവിട്ട് പോകാൻ നിനക്ക് കഴിയും, പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടു പോകാൻ നിനക്ക് കഴിയില്ല എന്ന് അവിടെ അദ്ദേഹവും 2 ലൈൻ ദോഹ പോലെ അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാവരും ജീവിച്ചിരുന്നവരാണ്. ഇവരെല്ലാവരും എഴുതി വെച്ച ദോഹയൊക്കെ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഖുറേഷ്, രാമാനുജാചാര്യരുടെ ഡിസൈപ്പിൾ ആയിരുന്നു ഖുറേഷ്. ശ്രീ സമ്പ്രദായത്തിലെ ആചാര്യനാണ് രാമാനുജാചാര്യ. എല്ലാവർക്കും ശ്രീരംഗം നാഥന്റെ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ രാമാനുജാചാര്യരുടെ ശരീരം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കർപ്പൂരവും അങ്ങനെയുള്ള തൈലങ്ങളൊക്കെ തേച്ച് മാത്രമാണ് വച്ചിരിക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലാതെ ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. അപ്പോ പോയി കണ്ടവരുണ്ട്, ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞത്. അതവിടെ ഉണ്ട്. അപ്പൊ ആ രാമാനുജാചാര്യരുടെ ശിഷ്യനായിരുന്നു ഖുറേഷ്. അദ്ദേഹത്തിന് കണ്ണു കാഴ്ചയുള്ള വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹം ഗുരുവിനോട് അചഞ്ചലമായ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു. അന്ന് ചോള രാജ്യത്തിന്റെ രാജാക്കന്മാര് ശൈവൈറ്റ് ആയിരുന്നു, ശൈവ മതവിശ്വാസികൾ. അപ്പൊ മത മീൻസ് അഭിപ്രായം എന്നുള്ള മതമാണ്. ശിവനാണ് വലുത് എന്നുള്ള ആ ഒരു, ശിവജിയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ. അതുകൊണ്ട് തന്നെ ശൈവിസവും വൈഷ്ണവിസവും തമ്മിൽ ഒരു നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. നല്ലപോലെ വഴക്കടിച്ച് ആരാണ് ഉയർന്നത് എന്ന് ആ ഒരു തർക്കം ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് അവിടുത്തെ ചോള രാജാവ് ഇദ്ദേഹത്തെ ക്ഷണിക്കും, രാമാനുജാചാര്യരെ ക്ഷണിക്കും. പക്ഷേ ആ ഒരു അപകടം മണത്തറിയുന്ന ഖുറേഷ് പറയും, അങ്ങ് പോകരുത്, അങ്ങ് പോയി കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കും, അവർ അങ്ങയെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും, അല്ലെങ്കിൽ അവർ കൊന്നുകളയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈഷ്ണവിസം പ്രചരിപ്പിക്കാനായിട്ട് ആരുമില്ലാതായി തീരും. ഈ പതിതന്മാരുടെ എല്ലാം അന്ധത അകറ്റാൻ ഗുരുദേവൻ വേണം. അതുകൊണ്ട് അവർക്ക് എന്തായാലും രാമാനുജാചാര്യരെ നേരിട്ട് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഗൃഹസ്ഥന്റെ വേഷം ധരിച്ചിട്ട് അങ്ങയുടെ കാവ്യവസ്ത്രം ധരിച്ച് ഞാൻ ചോളരാജ്യത്തേക്ക് പോകാമെന്ന് ഖുറേഷ് പറയും. അങ്ങനെ രാമാനുജാചാര്യർ അത് സമ്മതിക്കില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു നാട്ടിലെ ആളുകൾക്കെല്ലാം, പതിതന്മാരായിട്ടുള്ളവരെ എല്ലാം ഉയർത്തണമെങ്കിൽ ഗുരുദേവന്റെ ജീവിതത്തിനാണ്, ജീവനാണ്, പ്രാണനാണ് വില കൂടുതല്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തന്നെയാണ് പ്രാപ്തൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവസാനം ഗുരുദേവനോട് പറഞ്ഞ് അത് അദ്ദേഹത്തെ സമ്മതിപ്പിച്ച് ഖുറേഷ് പോകുന്ന സമയത്ത് മഹാപാത്ര ഓർ മഹാപൂർണ, അങ്ങനെ ഒരാൾ കൂടി പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ മഹാപൂർണ ആണ് തോന്നുന്നു പേര്. അപ്പൊ ആ പോകുന്ന സമയത്ത് രാജാവ് ഈ ഒരു സംവാദമൊക്കെ നടത്തുന്നതിന് ശേഷം ഖുറേഷിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുക്കും. മഹാപൂർണയുടെ കണ്ണുകളും ചൂഴ്ന്നെടുക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ അത്ര കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ ഖുറേഷിന്റെ കണ്ണുകൾ എന്തായാലും ചൂഴ്ന്നെടുക്കും. ചൂഴ്ന്ന
റെഡ് ഹോട്ട് അയൺ വെച്ചിട്ട് അങ്ങനെ ചൂഴ്ന്നെടുക്കുന്ന സമയത്തും അദ്ദേഹം സന്തോഷവാനാണ്. അദ്ദേഹം പറയും, എനിക്ക് ഗുരുവിന് ഇത്രയും വലിയൊരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞല്ലോ. കാരണം എന്റെ ഗുരുവിന് കണ്ണുകളില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ആ ഗുരുവിന്റെ കണ്ണുകൾക്ക് പകരം എന്റെ കണ്ണുകളല്ലേ, അതിന് എത്രത്തോളം വിലയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ ആ ഒരു ശിക്ഷ സ്വീകരിക്കും. പിന്നീട് രാമാനുജാചാര്യർക്ക് അത് കിട്ടുമ്പോൾ, അത് അറിയുമ്പോൾ, ആ ഒരു ന്യൂസ് കിട്ടുമ്പോൾ അദ്ദേഹം വളരെയധികം സങ്കടത്തോടു കൂടി പറയും ഖുറേഷിനോട്, ഭഗവാനോട് അഭ്യർത്ഥിക്കാനായിട്ട് എനിക്ക് കാഴ്ചകൾ തിരിച്ചു വേണം. പക്ഷെ അദ്ദേഹം അങ്ങനെ അതിന് വേണ്ട, അത് സാരമില്ല, എന്റെ എക്സ്റ്റേണലി ഉള്ള ബാഹ്യമായിട്ടുള്ള കണ്ണുകളല്ലേ ഇല്ലാതായിട്ടുള്ളൂ, ഉള്ളിൽ എനിക്ക് കാണാം, ഇപ്പോഴും എന്റെ ഗുരുദേവനെയും എന്റെ ഭഗവാനെയും ഒക്കെ ആ കാഴ്ച എനിക്ക് മങ്ങാതെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു ഖുറേഷ്. പക്ഷെ പിന്നീട് ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഖുറേഷ് ഭഗവാനോട് പ്രാർത്ഥിക്കും. ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കും എന്താണ് വരം എന്ന് ചോദിക്കുന്ന സമയത്ത് ഖുറേഷ് പറയുന്നത് ചോള രാജാവിനെ വൈകുണ്ഠത്തിലേക്ക് അയക്കണം എന്നാണ്. ചോള രാജാവിനെ വൈകുണ്ഠത്തിലേക്ക് അയക്കണം. എന്നിട്ട് ആ ചോള രാജാവ് അവിടെ ചെന്നിട്ടെങ്കിലും മനസ്സിലാക്കണം വൈഷ്ണവിസമാണ് ഏറ്റവും ഉയർന്നത് എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഖുറേഷിന്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുമോ അല്ലെ? പിന്നീട് ഗുരു വീണ്ടും പറയാണ്, അങ്ങനെയല്ല, കണ്ണിന്റെ കാഴ്ച ചോദിക്കൂ, അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഖുറേഷ് പറയും, എനിക്ക് ഭൗതികമായ ഒന്നുമേ കാണേണ്ടതില്ല, എനിക്ക് എന്റെ ഗുരുവിനെയും ഭഗവാനെയും ദർശിക്കാനുള്ള മനക്കണ്ണ് മാത്രം മതി, അത് ധാരാളമാണ് എന്ന് ഖുറേഷ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം കലിയുഗത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് യഥാർത്ഥ ഭക്തന്മാർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ധൃതരാഷ്ട്രർ എന്താണ് ചെയ്യുന്നത്? ഖുറേഷും അതുപോലെ വില്ലമംഗലം ഠാക്കൂറും എല്ലാവരും, സൂർദാസും എല്ലാവരും തന്നെ സെൽഫ്ലെസ് ആയിട്ട്, അവർക്ക് സ്വന്തമായിട്ട് സ്വാർത്ഥതയില്ലാതെ ഭഗവത് ഭക്തിയും ഗുരുസേവയും മാത്രമായിരുന്നു, വൈഷ്ണവ സേവയും ഒക്കെയായിരുന്നു അവർ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവർക്കെല്ലാം വേണ്ടത്. പക്ഷെ ഇവിടെ ധൃതരാഷ്ട്രർ എന്താണ് ചെയ്യുന്നത്? വളരെയധികം സെൽഫിഷ് ആയിട്ട് സ്വന്തം സഹോദരന്റെ പുത്രന്മാരെ തന്നെ എത്രത്തോളം ദ്രോഹിക്കുന്നു അല്ലെ, സ്വന്തം മക്കളെ അധർമ്മത്തിന്റെ വഴിയിലൂടെ നടത്തുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ദ്രൗപദിയുടെ കൊച്ചു കുങ്കുമാനി എന്നാണ് പറയുന്നത്. ദ്രൗപദിയുടെ സിന്ദൂരം കണ്ണുനീർ കൊണ്ട് നനഞ്ഞ്, ആ മുഖം മുഴുവൻ നനഞ്ഞ് എന്ത് ചെയ്യുന്നു? അത് കൊച്ചു കുങ്കുമാനി അത് താഴേക്ക് ദേഹത്തേക്ക് പടർന്നു വരുന്നതിനെ കുറിച്ചും ആ കുങ്കുമം കഴുകി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ദ്രൗപദി കരഞ്ഞു എന്നതിന്റെ ആ ഒരു തീവ്രതയാണ് പറയുന്നത്. ധൃതരാഷ്ട്ര രാജാവായിരുന്ന സമയത്ത് ആ അസത് സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യാനായിട്ട് ദ്രൗപദിയെ കൊണ്ടുവരുന്ന സമയത്ത് അത്രയ്ക്കും കരഞ്ഞ് വിലപിച്ച് ധൃതരാഷ്ട്രരോടും എല്ലാ ഭീഷ്മരോടും ദ്രോണരോടും ഒക്കെയും അത് അപേക്ഷിച്ചുവെങ്കിലും ആരുമേ ആ പ്രാർത്ഥന കേട്ടില്ല. അപ്പൊ എത്രത്തോളം അധർമ്മമാണ് ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഭവനത്തിന് തീവച്ചതിനെ കുറിച്ച് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അത്രയ്ക്കും ദ്രോഹം ചെയ്തിരുന്നു ധൃതരാഷ്ട്രർ. ആ കിരാതമായ മകന്റെ പ്രവൃത്തിയെ, കിരാതനായ ദുശാസനന്റെ കിരാതമായ പ്രവൃത്തിയെ അപലപിക്കാൻ തയ്യാറല്ലായിരുന്നു. ധൃതരാഷ്ട്രർ തയ്യാറല്ലായിരുന്നു. ആ ധൃതരാഷ്ട്രരാണ് ഇപ്പോൾ എവിടെ ഉള്ളത്? യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലുള്ളതും. ഈ പാണ്ഡവരെ ഇത്രയും നന്നായിട്ട് അദ്ദേഹത്തെയും ഗാന്ധാരിയെയും നോക്കുന്നത്. അവിടേക്കാണ് ആര് വരുന്നത്? വിതുരർ വരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഡെട്രോയിറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പതിവായി വരികയും ക്ഷേത്രത്തിന്റെ സജ്ജീകരണത്തിൽ ഭക്തന്മാരെ സഹായിക്കാൻ ചില്ലറ ജോലികൾ നിർവഹിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും വൈകുന്നേരം പെയിന്റിംഗ് നടത്തുകയും ഭക്തന്മാർ സങ്കീർത്തനം കഴിഞ്ഞ് മടങ്ങി വരുന്നത് കാണുകയും ചെയ്യുമായിരുന്നു. അവർ വളരെ ഹർഷോന്മത്തരും ഉത്സാഹഭരിതരുമായി കാണപ്പെട്ടു. ഈ വിധത്തിൽ തിരിച്ചെത്താൻ ഇടയാകുമാറ് എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ഒട്ടൊരു ഔത്സുക്യം തോന്നി. ഞാൻ ഏണിയുടെ മേലെ നിന്ന് പെയിന്റ് ചെയ്യുകയും അവർ നിലത്തിരുന്ന് ചൂട് പാല് കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യും. അവർ ഒരാളുടെ വീടിന്റെ വാതിലിൽ മുട്ടിയതും അങ്ങനെ സംഭവിച്ചതും ഇങ്ങനെ സംഭവിച്ചതും ഒക്കെ വിവരിക്കുകയും അതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചു. ഞാൻ ക്ഷേത്രത്തിലേക്ക് താമസം മാറ്റി ഒരു ഭക്തനായി തീർന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തുപോയി പുസ്തക വിതരണം ചെയ്യാൻ താല്പര്യമുണ്ട് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു മുണ്ടുമുടുത്ത് തിലകം ധരിച്ച് ആർജവത്തോടെ
ആളുകളുടെ സമീപത്ത് അവർക്ക് ഒരു കാർഡും പുസ്തകവും നൽകിയിട്ട് ആ പറ്റി അവരോട് പറയുകയും പ്രഭുപാദരുടെ ഒരു ചിത്രം അവരെ കാണിക്കുകയും ഒരു സംഭാവനയ്ക്കായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് അതിൽ നിന്ന് ലഭിച്ച ഹർഷ അതിരേകം അവിശ്വസനീയമായിരുന്നു. പുറത്തുപോയി ഈ ജോലി ചെയ്യുന്നത് ഏറ്റവും ആനന്ദകരമായി തോന്നി. അത് അത്രമാത്രം ഉന്മാദകരം ആകുന്നതിന്റെ കാരണമെന്തെന്ന് വിച്ഛേദിച്ചറിയാൻ ഞങ്ങൾക്കാർക്കും കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുക പതിവായിരുന്നു. എല്ലാ ബ്രഹ്മചാരികളും കൂടി ഒരു വലിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ കിടക്കകളിൽ കിടന്നുകൊണ്ട് പരസ്പരം ചോദിക്കും, നിങ്ങൾ പുറത്ത് കണ്ട ആളുകളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? രാത്രിയിൽ ആ മുറിയിൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ലൈറ്റുകൾ അടഞ്ഞിരിക്കെ ഓരോരുത്തരും പ്രഭുപാദരുടെ പുസ്തകങ്ങൾ എങ്ങനെയാണ് വിതരണാർത്ഥം അവതരിപ്പിച്ചെന്നതിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കും. ത്രിപുരാരി പ്രഭുപാദുമായുള്ള എന്റെ അടുപ്പം മിക്കവാറും അകന്നു നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. പഴയ ഭക്തന്മാരിൽ പലരും പ്രഭുപാദരാൽ നേരിട്ട് പരിശീലിക്കപ്പെട്ടവരാണെന്നിരിക്കെ എനിക്കൊരിക്കലും ആ പരിശീലനം ലഭിച്ചിരുന്നില്ല. മിക്കവാറും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് പ്രഭുപാദരുടെ പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത്. നമ്മുടെ പുസ്തക വിതരണക്കാരുടെ എല്ലാം സ്ഥിതി ഇത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് പ്രഭുപാദരുമായി വളരെ ഗാഢമായ വൈകാരിക ബന്ധമുണ്ട്. എന്നാൽ അവർക്ക് അദ്ദേഹവുമായി പറയത്തക്ക വ്യക്തിപരമായ സമ്പർക്കമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ സൗഹാർദ്ദവും പ്രഭുപാദരെ അടുത്ത് അറിയാനുള്ള ബോധവും പ്രഭുപാദർ തന്റെ ജീവനും ആത്മാവുമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്തോ ആ സേവനം അനുഷ്ഠിക്കുന്നത് നിമിത്തം ഉള്ളതായിരുന്നു. അതായത് പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെട്ടതായി കാണുക എന്നത്. ഗാനമേള നടക്കുന്ന സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 100 പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്ന് 1923 വേനൽക്കാലത്ത് ഭക്തന്മാർ കണ്ടെത്തി. ജോർജ് ഹാരിസന്റെ ആ മുഖത്തോട് കൂടിയ ഒരു പേപ്പർ ബാഗ് ഗ്രന്ഥത്രയമായി ഇപ്പോൾ ലഭിക്കുന്ന കൃഷ്ണ എന്ന ഗ്രന്ഥമായിരുന്നു ചെറുപ്പക്കാരെ കൂടുതൽ ആകർഷിച്ചത്. ലോസ് ഏഞ്ചൽസ് ക്ഷേത്രം ആഴ്ചയിൽ 2000 കൃഷ്ണ ഗ്രന്ഥങ്ങൾ വീതം വിതരണം ചെയ്യുന്നുണ്ടെന്നും ഒരു സംഗീത സദസ്സിൽ വെച്ച് വെറും 2 മണിക്കൂറിനുള്ളിൽ ഭക്തന്മാർ 600 പുസ്തകങ്ങൾ വിതരണം ചെയ്തുവെന്നും ജൂലൈയിൽ രാമേശ്വരൻ ലണ്ടനിലേക്ക് പ്രഭുപാദർക്ക് എഴുതി. ത്രിപുരാരിയും മറ്റേതാനും പ്രമുഖ സങ്കീർത്തകരും കൂടി ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ച് അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്ന് ലോസ് ഏഞ്ചൽസിലെ ഭക്തന്മാർ തീരുമാനിച്ചു. രാമേശ്വരൻ പ്രഭുപാദർക്ക് എഴുതി, നമുക്ക് ഇത്രയേറെ ഭക്തന്മാരെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്നു എന്നത് ശ്രീ രുക്മിണി ദ്വാരക അധീശ്വരന്മാരുടെ ലോസ് ഏഞ്ചൽസ് ക്ഷേത്രത്തിലെ അർച്ചനാമൂർത്തികളാണ്. അത് കാരുണ്യമാണ്. അത് ന്യൂ ദ്വാരകയുടെ സമൃദ്ധിയാകുന്നു. ആഗസ്റ്റ് 3-ാം തീയതി ശ്രീ പ്രഭുപാദർ മറുപടി അയച്ചു. പുസ്തകങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അക്കാര്യത്തിൽ സംശയമേ ഇല്ല. ക്ഷേത്രം ഉണ്ണാനും ഉറങ്ങാനും മാത്രമുള്ള ഒരു സ്ഥലമല്ല. നാം മായയുമായി സമരം ചെയ്യാൻ നമ്മുടെ ഭടന്മാരെ നിയോഗിച്ചേക്കുന്ന താവളമാണ്. മായയുമായി സമരം ചെയ്യുക എന്നതിന് ബദ്ധദിവാൻ വാക്കുകളുടെ അടിത്തട്ടിലേക്ക് ആയിരക്കണക്കിനും
ലക്ഷക്കണക്കിനുമുള്ള പുസ്തകങ്ങൾ വിട്ടുകൊടുക്കുക എന്നതാണ് അർത്ഥം. യുദ്ധകാലത്ത് ആകാശത്ത് നിന്ന് കണക്കില്ലാത്ത ബോംബുകൾ വർഷിക്കുന്നത് പോലെ നശിപ്പിക്കുന്നതിനായി നമ്മുടെ ഏറ്റവും നല്ല നേതാക്കളെ അയക്കാനുള്ള പരിപാടിയും എനിക്ക് ഇഷ്ടമായി. അതാണ് കൃഷ്ണ അവബോധത്തിന്റെ യഥാർത്ഥ പുരോഗതി. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് സത്സംഗം തരുന്നതിലേക്ക് വേണ്ടിയിട്ട് എസ് ഗ്രേസ് ആദിചന്ദ്ര പ്രഭുജിനെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ